ആരാ? മനസ്സിലായില്ല. ഞാൻ മഹി. വിളിപ്പേരാണത്. മുഴുവൻ പേര് മഹേശ്വരൻ. അതായത് സംഹരിക്കാൻ ശേഷിയുള്ള സാക്ഷാൽ പരമശിവൻ. അങ്ങനൊരർത്ഥം കൂടിയുണ്ട് എന്റെ ഈ പേരിന്. ഗായത്രി ദേവി, ഈ തറവാടിന്റെ നാഥ. അതെ. എനിക്ക് ശ്യാമയെ ഒന്ന് കാണണം, നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളെ. എന്താ കാര്യം? അത് ഞാൻ അവരോട് പറയാം. അതല്ലേ നന്ന്. ദൂതൻ വശം വിവരങ്ങൾ അറിയിക്കുന്ന പതിവ് മഹേശ്വരനില്ല. മിസ്സിസ് ശ്യാമ ശശികുമാർ. പഞ്ചാഗ്നിക്ക് നടുവിലെ സീത. സോറി, തെറ്റിപ്പോയി. അഗ്നിശുദ്ധിയിൽ എരിഞ്ഞടങ്ങാൻ മാത്രം വിധിക്കപ്പെട്ട അഭിനവ സീത. കൊള്ളാം. സർവം സഹയായ ഒരു ഉത്തമ ഭാരത വനിത. വരും തലമുറയാൽ വാഴ്ത്തപ്പെടാൻ സാധ്യതയുള്ള ത്യാഗിയായ കുടുംബിനി. ബന്ധങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിക്കാൻ തയ്യാറാവുന്ന സ്ത്രീത്വത്തിന്റെ റോൾ മോഡൽ. അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാട് ചേരും തനിക്ക്. കഥാനായകൻ വരൂ. നമ്മൾ കാണേണ്ട വെറും പച്ചയായ ജീവിതത്തിലേക്ക് വരൂ. താനാരാ? ഞാൻ ആരാണെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത് താൻ ആരാണെന്നാ. ഈ വീട്ടിലെ കഥയിൽ നായകനോ അതോ വില്ലനോ? ഒരു വില്ലന്റെ ആത്മവിശ്വാസമൊന്നും ഈ മുഖത്തില്ല. അപ്പോ മുമ്പ് ഞാൻ വിളിച്ചതുപോലെ താൻ കഥാനായകനാണെന്ന് ഉറപ്പിക്കാം. പക്ഷേ നായകന്റെ ഈ വേഷഭൂഷാദികളൊക്കെ പുറമേയുള്ളല്ലോ ശശികുമാർ. സത്യത്തിൽ താനൊരു ചിറകരിയപ്പെട്ട പക്ഷി മാത്രമാണ്. നിറഞ്ഞു പറക്കാൻ ആകാശം നിഷേധിക്കപ്പെട്ട ഒരു പാവം വികലാംഗ പക്ഷി. നിർത്ത്. എന്റെ വീട്ടിൽ കയറി വന്ന് തത്വജ്ഞാനം പ്രസംഗിക്കാൻ താനാരാ? ഷോമാനാവാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ഇതല്ല. വന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അധികം നീട്ടാതെ പറഞ്ഞിട്ട് പോവാം. സോറി, ഒരു ഷോമാനാകേണ്ട ആവശ്യമൊന്നും മഹേശ്വരനില്ല. പിന്നെ ഞാൻ ആരാണെന്ന് ബന്ധങ്ങൾ പറഞ്ഞ് സസ്പെൻസ് ഉടക്കുന്ന പതിവില്ലാത്തതുകൊണ്ട് തൽക്കാലം ക്ഷമിക്കുക. ഒരു ഡോക്ടർ പണ്ട് തമാശയ്ക്ക് പറഞ്ഞു തന്ന ഒരു അറിവുണ്ട്. എരിവുള്ള പച്ചമുളക് ദുർമേധസ് കുറയ്ക്കുമെന്ന്. ആ ഡോക്ടറുടെ വാക്കുകൾ കടമെടുത്ത് പറയാം. മഹേശ്വരൻ നല്ല എരിവും ഗുണവുമുള്ള ഒരു ഉഗ്രം പച്ചമുളക. ചിലരുടെ അഹങ്കാരത്തിന്റെ ദുർമേധസ്സിന് ഈശ്വരൻ പ്രതിവിധിയായി അയച്ച പച്ചമുളക്. തൽക്കാലം എന്നെക്കുറിച്ച് ഇത്രയും അറിഞ്ഞാ പോരെ? ഏത് പ്രസംഗവും അധികമായ ബോറാകും. ആ സ്ഥിതിക്ക് പരിചയമില്ലാത്ത ഒരാളുടേത് കൂടിയാകുമ്പോൾ അധിക പ്രസംഗമാകുമെന്നറിയാം. സോ തൽക്കാലത്തേക്ക് ഒരർദ്ധവിരാമം. വരാം, തീർച്ചയായും വീണ്ടും വരാം. അന്ന് നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഇപ്പൊ ഈ സസ്പെൻസ് ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ഓ സോറി, വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ പരിചയപ്പെടാൻ മറന്നുപോയി. ഉഷയെ ഒന്ന് വിളിക്കാമോ? എന്താ, വിളിക്കില്ലേ? ഓക്കെ ഓക്കെ, എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. ഉഷ, ഉഷ മുരളീധരൻ, ഉഷ മുരളീധരൻ. വിട്ടുപോയതിൽ ക്ഷമിക്കണം. ഉള്ളിലിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം വ്യക്തമായി കാണുന്നുണ്ട് ഞാൻ. അതിനെ എത്ര നാൾ തനിക്ക് ഈ ഭ്രാന്തിന്റെ മതിൽക്കെട്ടിൽ മൂടിവെക്കാൻ കഴിയും? ഈ ഹൃദയത്തിനുള്ളിൽ ഒരു സങ്കടക്കടലുണ്ട്. അതിന്റെ തീരത്ത് ജന്മം നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
ശരിയല്ലേ ഗായത്രി ദേവി? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഉണ്ണിരാമപ്പണിക്കന്റെ ജോത്സ്യമൊന്നുമല്ല. നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ ശരിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ. ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വീട്ടിൽ കയറി വന്ന് ഇങ്ങനൊരു അധികാരസ്വരം പ്രയോഗിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ എന്നെങ്കിലും നിങ്ങൾക്കെന്റെ അധികാരത്തെക്കുറിച്ച് ബോധ്യമാകും. അതുവരെ ഈ തെറ്റ് മറക്കുക, പൊറുക്കുക. ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെയുണ്ട്. അതിന്റെ നടുവിൽ ഒരു പുതിയ പ്രശ്നമായി എന്റെ വരവിനെ കാണണ്ട. വായിച്ചു മറന്ന കഥയിലെ കഥാപാത്രമായി എന്നെ ഈ പാതി വഴിയിൽ ഉപേക്ഷിക്കുക. അറ്റുപോയ കണ്ണുകൾ വിളക്കെ ചേർത്തുകൊണ്ട് ഞാൻ ഇനിയും വരും. അതുവരെ നമുക്ക് ഈ കടങ്കഥ തുടരാം. ഏതു മത്സരത്തിലും ഒരു ക്ലൂവിന് സാധ്യതയുണ്ടല്ലോ, അതുപോലെ ഞാനൊരു സൂചന തരാം. ഈ വീട്ടിലെ ഒരാളുടെ ഏറ്റവും അടുത്ത ബന്ധുവോ പരിചയക്കാരനോ ആയി എന്നെ കരുതാം. ഈ വീട്ടിൽ കാര്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. തന്റെ അനുജത്തി ശ്യാമയുടെ കാര്യത്തിൽ. താൻ ആ പക്ഷത്തായതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക. അപകടം ഏത് സമയത്തും ഉണ്ടാകാം. അപ്പോ നമ്മൾ ഇനിയും കാണും, വളരെ അടുത്ത് തന്നെ. ആരായാള്? അറിയില്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ആ കണ്ണുകളിലെ തിളക്കം മുമ്പെവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ സൂക്ഷിക്കണം. എന്ത് തീരുമാനിച്ചു നീ? ഒന്നും എനിക്കറിയില്ല ഉഷേച്ചി. എത്ര ആലോചിച്ച് നോക്കിയിട്ടും മനസ്സിലൊരുത്തരം കിട്ടുന്നില്ല. നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ അവര് കാണിക്കുന്ന ഉത്സാഹം, അതിനെപ്പറ്റിയാ ഒരു ഗൂഢാലോചന എന്ന് ആ മഹേശ്വരൻ കൂടി പറഞ്ഞത്. ഇനി ഒരു തീരുമാനം എടുക്കാൻ ഇത്രയ്ക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ടോ ശ്യാമേ? എനിക്കറിയാം ചേച്ചി. പക്ഷെ എന്ത് ചെയ്യാനാ? തള്ളാനും കൊള്ളാനും വയ്യാത്തൊരവസ്ഥ എന്റേത്. ഞാൻ എന്താ വേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ജീവിതമാണോ ജോലിയാണോ വലുതെന്ന് ആദ്യം തീരുമാനിക്ക. ഒരു ജോലി ഉള്ളതിന്റെ വില എന്തെന്ന് ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്താനും കഴിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഒരിക്കൽ ഇവിടുന്ന് ഒഴിഞ്ഞു മാറിക്കൊടുത്താ പിന്നെ നിനക്ക് ഈ വീട്ടിൽ തിരിച്ചു വരാനാവില്ല ശ്യാമേ. അതിന് സമ്മതിക്കില്ല അവര്. അതിനുവേണ്ടി തന്നെയാ ഈ ട്രാൻസ്ഫർ സ്വീകരിക്കാൻ നിന്നെ അവര് നിർബന്ധിക്കുന്നത്. ഉഷേച്ചിയുടെ ജീവിതം എന്നും നിനക്കൊരു പാഠമായിരിക്കണം. ഇത്രയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടും ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ നടക്കുന്നതെല്ലാം കണ്ട് ഉള്ളിലൊതുക്കി അമ്മയുടെ മുമ്പിൽ അനുസരണയോടെ മുരളിട്ട് നിൽക്കുമ്പോ ആ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹം മാത്രം ശ്യാമേ. അത് കണ്ടില്ലെന്ന് നടിച്ച് എങ്ങനെയാ ഞാൻ രക്ഷപ്പെട്ടു പോവുക? വല്ലാതെ തളർന്നു പോകുമ്പോ പിടിച്ചു നിൽക്കാൻ ആശ്വസിപ്പിക്കുന്ന ഒരു നോട്ടം മാത്രം മതി എനിക്ക്. പ്രതീക്ഷിക്കാൻ ഒന്നും ബാക്കിയില്ലാത്ത ജീവിതത്തിൽ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസം, അത് മതി മനസ്സ് നിറയെ.
എന്റെ മനസ്സ് തന്നെ ആവണം എന്നില്ല നിനക്കും. ശശിയായിട്ടുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പതുക്കെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂന്നാ എനിക്ക് തോന്നുന്നേ. അതിന് നീ എന്നും കൂടെ ഉണ്ടാവണം. അതോ പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാത്ത വിധം നിനക്കും മടുപ്പായി തുടങ്ങിയ ശ്യാമേ? ഇല്ല ഉഷേച്ചി, ചേച്ചിയുടെ മനസ്സ് തന്നെ എനിക്കും. ഒന്നും ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ല. അതേപ്പറ്റി ചിന്തിച്ചിട്ടുകൂടിയില്ല. എങ്കിൽ നീ ഈ സ്ഥലം മാറ്റം വേണ്ടെന്ന് വെക്കണം. അതിനേക്കാൾ വലിയ നഷ്ടം ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനാ പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ള ശത്രു അത്ര നിസ്സാര കക്ഷിയല്ല. ഉഗ്രവിഷമുള്ള മൂർഖം പാമ്പ. പകവീട്ടാൻ ഒരവസരം കാത്തിരിക്കാത്തള്ള. അതേടി, മൂർഖം പാമ്പ് തന്നെയാ ഞാൻ. ഇന്ന് നിന്നെ അത് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. വാ ഇവിടെ. അമ്മേ, ശബ്ദിച്ചു പോകരുത്. ഇവളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. വാ. നീ എനിക്കിട്ട പേര് കൊള്ളാം, മൂർഖം പാമ്പ്. ഒരു വട്ടം കൂടി വിളിക്കണേ എന്നെ. നിന്റെ നാവിനത് കേട്ടിട്ട് മതിയായില്ല എനിക്ക്. മൂർഖന്റെ ശരിക്കുള്ള ശക്തി അറിയോ? അറിഞ്ഞെന്ന് കൊത്തിയാൽ അത് കൊള്ളുന്നത് ആണിനായാലും പെണ്ണിനായാലും അതോടെ തീരും ആയുസിന്റെ ബലം. ഇത്ര ശിക്ഷിച്ചിട്ട് മതിയായില്ല നിങ്ങൾക്ക്? അതോടെ നിങ്ങൾ എന്താ നേടിയത്? ഇല്ല, മതിയായില്ല. ശശിയുടെയും ശ്യാമയുടെയും കാര്യത്തിൽ നീ ഇനി ഇടപെടരുത്. ഇടപെട്ടതിന്റെ ഫലം ഒരിക്കൽ നീ അനുഭവിച്ചതല്ലേ. ഇനി അത് ആവർത്തിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് അതൊന്നും ആവില്ല. ഒരു കുഞ്ഞും വരില്ല നിന്നെ രക്ഷിക്കാൻ. ഈ മൂർഖൻ നിന്റെ നെറുകയിലാവും കൊത്തുക. കരുതിക്കും. എനിക്കതിൽ തീരെ പേടിയില്ലെങ്കിലോ? ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മരണത്തെ പേടിക്കേണ്ട കാര്യമുള്ളൂ. മൂർഖൻ പാമ്പ് പോയിട്ട് ഒരു നീർക്കോലിയുടെ വിഷം പോലും നിങ്ങൾക്കില്ല. കഴിയെങ്കിലൊന്ന് തെളിയിക്കാൻ നോക്ക്. പേടിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഇനി നിങ്ങളാ. ചെയ്തു പോയ പാപങ്ങളിലൊക്കെ ഫലം അനുഭവിച്ചൊടുങ്ങാതെ ദേവമംഗലത്തെ ഗായത്രി ദേവിക്ക് രക്ഷപ്പെടാനാവുമോ? മാറ്റം വാങ്ങിപ്പോവാൻ ശ്യാമയെ നിങ്ങൾ ഇത്ര നിർബന്ധിക്കുന്നതിന്റെ പിന്നിലെ ബുദ്ധി ഞങ്ങൾക്കറിയാം. ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം അതിന് സമ്മതിക്കില്ല. അതിന് നീ ഈ വീട്ടിലുണ്ടാവണമെന്ന് ആർക്കടി ഇത്ര നിർബന്ധം? ഈശ്വരന്. എന്താ അതിന്റെ സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടും ഈശ്വരൻ എന്നെ ഇവിടെ ഇങ്ങനെ തളച്ചിട്ടിരിക്കുന്നു. എന്തിന്? ഓർത്തു നോക്ക്. സാമ്പത്തിക ശേഷിയില്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന കുടുംബ മഹിമയില്ല, കൂടെ കൂടെ വട്ടുവരുന്നു. എന്നിട്ടും ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ദാ ഇപ്പോഴും ജീവിക്കുന്നു. അതെന്തിന്? ഉത്തരം കിട്ടും ആ ജോത്സ്യം പണിക്കരെ വിളിച്ചു ചോദിച്ച. ശശി, ശ്യാമയുടെ കാര്യത്തിൽ തീരുമാനം വല്ലതും ആയോ? ഒന്നും വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. അമ്മ പോകാൻ നിർബന്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. സംഭവിച്ചു പോയൊരു തെറ്റിന് അർഹിക്കുന്നതിലും കൂടുതൽ ശിക്ഷ വിധിക്കുക അമ്മ, അല്ലേ? എന്തിനാ ശശി ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നെ? ആരോരും ഇല്ലാത്തൊരിടത്ത് അവളെയും കുഞ്ഞിനെ തനിച്ചുവിടാൻ എങ്ങനെ മനസ്സനുവദിക്കും? മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒരു നിമിഷം പോലും നിങ്ങളെ മാറ്റി നിർത്താൻ അവക്കാവില്ല. ആ മനസ്സറിയാവുന്നതുകൊണ്ട് പറയാ. അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ അത് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ആയാൽ പോലും ഈശ്വരൻ പൊറുക്കില്ല നിങ്ങളോട്. അത്രയ്ക്ക് സ്നേഹ ജീവനാ നിങ്ങളെ അവക്ക്. ഇതൊന്നും പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. ഏട്ടത്തിയുടെ സ്ഥാനം പോലും ഇല്ലാത്ത ഒരു കിറുക്കി പെണ്ണിന്റെ വാക്കുകൾക്ക് എന്ത് വില നൽകുമെന്ന് അറിയില്ല. ഒരു പെണ്ണിന്റെ ജീവിതം കൂടി തകരരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. ശശിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. വെറുതെ വണ്ടിക്കാശ് കളയാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. പിന്നെന്താ, 2 ദിവസം നാട് കാണാൻ ഇറങ്ങിയെന്ന് കൂട്ടിയാൽ മതി. നീ വിഷമിക്കണ്ട. ആദ്യത്തെ ശ്രമം തന്നെ വിജയിക്കണമെന്നില്ലല്ലോ.
ഏതായാലും ഈ യാത്ര കൊണ്ട് വേറൊരു ഗുണമുണ്ടായി. പണ്ട് എൻ്റെ കമ്പനിയിൽ ഒപ്പം ഉണ്ടായിരുന്ന ദേവകുമാറിനെ കാണാൻ പറ്റി. അവനിപ്പോൾ കണ്ണൂരൊരു കമ്പനിയില്ല. അവനവിടെ നല്ല സ്വാധീനമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങി വെച്ചിട്ടുണ്ട് അവൻ. വിളിച്ചാൽ പോവാം. ചെല്ലും പറയാലോ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന്. എന്താ നീ വല്ലാതിരിക്കുന്നേ? അമ്മ എന്തെങ്കിലും? ഏയ് ഒന്നുമില്ല. ആ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. മുരളേട്ട, ഒരു പ്രശ്നമുണ്ട് മുരളേട്ട. ശ്യാമയ്ക്ക് പ്രമോഷനോടെ ട്രാൻസ്ഫറായി എലഞ്ഞിക്കരയിലേക്ക്. ദൂരെ കൂടുതലല്ലേ, കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെയാ? അതുകൊണ്ട് ശ്യാമ അത് വേണ്ടെന്ന് വെച്ചു. അല്ല, അതിലെന്താണോ അത്ര വലിയ പ്രശ്നം? പ്രശ്നം അതല്ല, ശ്യാമ ഇവിടുന്ന് പോണമെന്ന് തന്നെയാ തള്ളയുടെ കൽപ്പന. അതെന്താ തള്ളയ്ക്കതിൽ ഇത്ര വിമിഷ്ടം? അതൊക്കെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ശ്യാമയല്ലേ? അവളെയും കുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിട്ടാലല്ലേ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കും. അമ്മയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണാതിരിക്കില്ല മുരളേട്ട. എന്താ ശശിയുടെ അഭിപ്രായം? ഒന്നും തെളിച്ചങ്ങോട്ട് പറഞ്ഞില്ല. അമ്മയല്ലേ ആള്. നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ വഴിക്ക് തന്നെ കൊണ്ടുവരും. ഞാനൊന്ന് സംസാരിച്ചു നോക്കി. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ. ഞാനും കൂടെ അവനൊന്ന് കണ്ടു നോക്കാം. അമ്മ ഇതിന് പിന്നിൽ ഒരു ചതി പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് മുടക്കിയേ പറ്റൂ.